മോദി സർക്കാർ മൂന്നാം ഊഴത്തിലും വിജയിക്കുമെന്ന്, വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് സർവേകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് 1-ാം തീയതി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ ഉടനെയാണ് ഈ ഫലങ്ങൾ പുറത്തുവിട്ടത്. അപ്പോഴും ആ ദിവസം നടന്ന 57 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ എന്തായാലും ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് പരിശോധിക്കാനോ വിലയിരുത്താനോ കഴിയില്ലല്ലോ. അതിനു മുമ്പാണ് അവർ ഇത് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യയിൽ 98 കോടിയോളം ആളുകൾക്കാണ് വോട്ടുള്ളത്. അതിൽ 50 കോടിയോളം ആളുകളാണ് സമ്മതിദാനം നിറവേറ്റിയിട്ടുള്ളത്. ഈ 50 കോടി ജനങ്ങളിൽ നിന്ന് 5 ലക്ഷം പേരുടെ സർവേ നടത്തി അവരുടെ അഭിപ്രായം കേട്ട ശേഷമാണ് ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയത്. അപ്പോൾ ഈ 50 കോടിയുടെ അതിൽ നിന്ന് 5 ലക്ഷം സമ്മതിദായകർ എന്ന് പറയുമ്പോൾ 1% പോലും വരില്ല. നമ്മുടെ വോട്ടർമാരുടെ ആകെയുള്ള വോട്ടർമാരുടെ 1% പോലും വരില്ല. ആ 1%-ന് താഴെയുള്ള 0.1% ആളുകളുടെ അഭിപ്രായം കിട്ടിയപ്പോൾ ആണ് വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. മോദിക്ക് 350-ന് മുകളിൽ സീറ്റ് ലഭിക്കും. ഏതോ ഒരു ചാനൽ പറയുന്നത് 401 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. ഇത്തരത്തിൽ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഈ കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്ന് പരിശോധിക്കാൻ പറ്റിയ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയുമാണ്. കാരണം കേരളത്തിൽ 20 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 20 സീറ്റുകളിൽ BJPക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പല സർവേ ഫലങ്ങളും പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വിജയം നേടുമെന്നാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനും കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും എല്ലാം വിജയിക്കുമെന്നാണ് ഈ സർവേ വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ജനത എന്ന് പറയുന്നത് സാക്ഷരതയിലായാലും രാഷ്ട്രീയത്തിലായാലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനതയാണ്. ആ ജനതയുടെ ഒരു സെൻസിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ LDFന് 1 സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്നതും അവിശ്വസനീയമായ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ LDFന് 1 സീറ്റും ലഭിക്കില്ല എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ പോലും BJPക്ക് 4 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ള കണ്ടുപിടുത്തം ഒരു കാരണവശാലും മലയാളി ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ കേരളത്തിലെ സർവേ ഫലം ആണ് ആദ്യം എല്ലാ ചാനലുകളും പുറത്തുവിട്ടത്. രണ്ടാമത് പുറത്തുവിട്ടത് തമിഴ്നാടും പിന്നീട് കർണാടകയുമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ BJP തേരോട്ടം നടത്തുമോ, BJP അക്കൗണ്ട് തുറക്കുമോ, ദക്ഷിണേന്ത്യയിൽ BJP ശക്തി ആദ്യമായി ശക്തി തെളിയിക്കുമോ, അങ്ങനെ അതുകൊണ്ടായിരിക്കണം സർവേ ഫലങ്ങൾ ആദ്യം പുറത്തുവിട്ടത് കേരളം, തമിഴ്നാട്, കർണാടക, തെലുങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ്. മറ്റൊന്നെനിക്ക് തോന്നിയത്, ഇപ്പോൾ കർണാടകയിൽ BJPയെ നിലംപരിശാക്കിക്കൊണ്ട് വന്ന കോൺഗ്രസ് സർക്കാർ നല്ല ഭരണം ആണെന്ന് മാത്രമല്ല, അധികാരമേറ്റ ഉടൻ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയ സർക്കാരാണ്. ആ സർക്കാരാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ ഏറ്റവും സമർത്ഥനായ നേതാവുമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ തവണത്തെക്കാൾ BJP നില മെച്ചപ്പെടുത്തും എന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. കാരണം നമ്മുടെ രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണയുടെ പെൺഡ്രൈവ് പെൺവാണിഭം
പാണിപ്പത്തിൽ പ്രതിസ്ഥാനത്ത് ആവുകയും ജർമ്മനിയിലേക്ക് നാടുവിടുകയും ചെയ്ത സ്ഥാനാർത്ഥി കൂടിയായ NDA സ്ഥാനാർത്ഥി കൂടിയായ സിറ്റിംഗ് MP പ്രജുൽ രേവണ്ണ, അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിലെ വോട്ടിംഗ് കഴിഞ്ഞ 26-ന് നടന്നു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം രാജ്യം വിട്ടത്. ആ വിവാദം വളരെ ശക്തമായി കർണാടകയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അത് അവിശ്വസനീയമാണ്, യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന് തെലങ്കാനയാണ്. തെലങ്കാനയിൽ അത്ഭുതകരമായ വിജയമാണ് കോൺഗ്രസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയത്. അപ്പോൾ തെലങ്കാനയിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ BJPക്ക് നിലനിർത്താൻ കഴിയും എന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ സർവേ ഫലങ്ങളിൽ അവിടെയും BJP നില മെച്ചപ്പെടുത്തുമെന്നാണ്. പിന്നീട് ബംഗാളിൽ മമതയുടെ പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുന്നതിനേക്കാൾ സീറ്റുകൾ BJPക്ക് ലഭിക്കുന്ന മട്ടിലാണ് സർവേ ഫലങ്ങൾ. അപ്പോൾ ബംഗാളിൽ BJP അട്ടിമറി നടത്തും. തെലങ്കാനയിലും കർണാടകയിലും കഴിഞ്ഞ വഴിയുള്ള വിജയം ആവർത്തിക്കും. UPയിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റൊന്നും ലഭിക്കില്ല. ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും സ്ഥിതി അതുതന്നെയായിരിക്കും. കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലുമൊന്നും ചലനങ്ങൾ ഉണ്ടാക്കില്ല. മധ്യപ്രദേശും രാജസ്ഥാനുമെല്ലാം പഴയതുപോലെ BJP തൂത്തുവാരും. ഇത്തരത്തിലാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരവും സമ്പത്തും എല്ലാം NDAയുടെ പക്ഷത്തും ജനങ്ങൾ, അതായത് 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച വോട്ടർമാർ മറുപക്ഷത്തുമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ കേദാർനാഥിലെ ഗുഹയിൽ പോയി പ്രാർത്ഥിച്ച മോദി ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിൽ പോളിംഗ് നടക്കുന്ന ദിവസം പോലും അവിടെ സന്ദർശിക്കാതെ അദ്ദേഹം കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലായിരുന്നു. ആ ധ്യാനത്തിന് വേണ്ടി 4000-ഓളം പോലീസുകാരും 4 ഹെലികോപ്റ്ററുകളും 5-ലേറെ SP-മാരും അടങ്ങുന്ന വൻ സന്നാഹങ്ങളാണ് 45 മണിക്കൂറോളം കന്യാകുമാരിയിൽ തമ്പടിച്ചത്. ഇത്തരത്തിൽ ഒരു ധ്യാനം ആരും നടത്തിയതായി, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആരും നടത്തിയതായി കാണില്ല. കാരണം ഒരു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി വന്ന് ധ്യാനമിരിക്കുക, ഫോട്ടോഗ്രാഫി പോലും നിരോധിച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്നും അദ്ദേഹം ധ്യാനമിരിക്കുന്ന ദൃശ്യങ്ങൾ ലോകമാകെ പ്രചരിപ്പിക്കുക, അതും പോളിംഗ് ദിവസം തന്നെ ആ ചിത്രങ്ങൾ സമ്മതിദായകരുടെ പക്കൽ എത്തുന്ന സ്ഥിതിയിൽ. ഇതിനെതിരെ ഇന്ത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തെങ്കിലും പതിവുപോലെ ഇലക്ഷൻ കമ്മീഷൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2004 വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് നേരിട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ എക്സിറ്റ് പോളുകൾ എല്ലാം പ്രവചിച്ചത് വാജ്പേയി സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ വരുമെന്നാണ്. പക്ഷേ സോണിയാഗാന്ധി നേതൃത്വം നൽകിയ UPA അട്ടിമറി വിജയം തന്നെ നടത്തുകയായിരുന്നു. അന്ന് പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് CPM-ന് തന്നെ 33 സീറ്റുകൾ ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. ഒരു നിർണായക ശക്തിയായി ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് ഇടതുപക്ഷം ഇല്ലാത്തതിൻ്റെ കുറവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നില്ലെങ്കിലും മമത ആ കുറവ് നികത്തും. തൃണമൂൽ കോൺഗ്രസ് ആ കുറവ് നികത്തുമെന്നാണ്. അതായത് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷവും മറ്റ് സമാനമനസ്കരായ പാർട്ടികളുടെ, ഇപ്പോൾ തന്നെ നവീൻ പട്നായിക്
മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി ചേർന്ന് 10 കൊല്ലത്തോളം ഭരണം നടത്തിയ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ പറയുന്നത് നവീൻ പട്നായിക്കിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യമില്ല, അദ്ദേഹത്തിന്റെ സ്ഥിതി പരിശോധിക്കണമെന്നാണ്. അപ്പോൾ തങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യത്വരഹിതമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും മത്സരരംഗത്തുള്ള ഒരു പാർട്ടിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും 2004 വാജ്പേയി സർക്കാരിനുണ്ടായ അതേ അനുഭവമായിരിക്കും മോദി സർക്കാരിന് ഇപ്പോൾ ഉണ്ടാകാൻ.